എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സുനന്ദയ്ക്ക് ആകെ വിഷമമാണ്. സുനന്ദയുടെ വിഷമം മൊത്തം നിധിയോട് പറയുന്നുണ്ട്. അന്നേരം നിധി പറയും, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നിനക്കെന്താണ് ആവശ്യം അത് പറ എന്ന് പറയുമ്പം മനസ്സ് തുറന്ന് സുനന്ദ പറയുന്നുണ്ട്, സുനന്ദയ്ക്ക് സുഭാഷിൻ്റെ കൂടെ തന്നെ ജീവിക്കണം. അങ്ങനെ ഒരു ജീവിതം കിട്ടിയില്ലെങ്കിൽ എനിക്കൊരിക്കലും മനസ്സമാധാനം കിട്ടില്ല. സുഭാഷ് എന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പം, അങ്ങനെയാണെങ്കിൽ നീ ഉറച്ചൊരു തീരുമാനം എടുക്കണം, കുറച്ചുകൂടെ മനക്കെട്ടി കാണിക്കണം എന്നൊക്കെ പറയുമ്പം, എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കണം, അതിനിനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അന്നേരം നിധി പറയും, അങ്ങനെ നിനക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ വിവാഹം നടത്തണമെന്ന് പറയുമ്പോൾ ആകെ ഒരു ഞെട്ടലാണ് സുനന്ദയ്ക്ക്. അന്നേരം നിധി ചോദിക്കും, സുഭാഷ് ഏട്ടനെ വിവാഹം കഴിക്കണം എന്നുള്ളത് സുനന്ദയുടെ ആഗ്രഹമാണ്, പിന്നെ എന്തിനാ ഞെട്ടുന്നത്, വിവാഹമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോഴും സുനന്ദ വീട്ടുകാരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അന്നേരം നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അവരെ മറന്നേ പറ്റുള്ളൂ, വിവാഹം കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറയുന്നു. സുനന്ദ അത് സമ്മതിക്കുവാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ഇനി ഒരുപാട് സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നും, അതുകൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുക, എന്നിട്ട് നാളെ ഒരു 10 മണിയാകുമ്പോൾ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ അമ്പലത്തിൽ റെഡിയാക്കിക്കോളാം, സുനന്ദ വന്നാൽ മതിയെന്ന് പറയും. അന്നേരം സുനന്ദ പറയുന്നുണ്ട്, ഇതെൻ്റെ തീരുമാനമാണ്, എൻ്റെ ജീവിതമാണ്, അതുകൊണ്ട് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും വരും, നിധി എന്നെ സംശയിക്കേണ്ട, ഞാൻ വരും, ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറയുക. എന്നിട്ട് പോകുമ്പോഴും നിധിക്കൊരു സംശയമാണ്, പിന്നെയും പിടിച്ചു നിർത്തും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സുനന്ദയെ പറഞ്ഞത് നേരല്ലേ, ഈ തീരുമാനത്തിൽ നിന്ന് ഇനി നീ പുറകോട്ട് പോകില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പിന്നെയും ചോദിക്കുമ്പം സുനന്ദ, അതെന്താ നിധിക്ക് എന്നെ അത്രയും വിശ്വാസമില്ലേ എന്ന് ചോദിക്കും. അന്നേരം അല്ല, ഞാൻ ഒന്നുകൂടെ ചോദിച്ച് ഉറപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് നിധി പറയുന്നുണ്ട്. ഏതായാലും നാളെ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞ് സുനന്ദ അവിടുന്ന് പോകുന്നു. ഈ സമയം വീട്ടിൽ അവിടെ സുനന്ദയുടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കന് കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് സുനന്ദേനെയൊക്കെ ഒന്ന് കാണണം, അതുപോലെ വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം, അതിന് വേണ്ടി വന്നതാണ്. അതിനിടയ്ക്കൂടെ അതിൻ്റെ അകത്തൊരു അമ്മാവനുണ്ട്, അങ്ങേര് സ്ത്രീധനം സെറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഭയങ്കര സന്തോഷത്തോടെ അവർ സംസാരിക്കുന്നു. അതിനുശേഷം സുനന്ദയെ കാണണമെന്ന് പറയുന്നു. അപ്പം സുനന്ദയെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് വരുന്ന അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, ലളിതയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം സുനന്ദ ഇന്ന് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിക്കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്. അത് സുനന്ദ അമ്പലത്തിൽ പോകാൻ വേണ്ടി സാരി ധരിച്ചതായിരുന്നു, പക്ഷേ ഇന്നെങ്കിലും ഒന്ന് ഒരുങ്ങി നിന്നല്ലോ. ഇത്രയേ ഉള്ളൂ പെൺകുട്ടികളുടെ പ്രേമം. കാന്തത്തിന് തോന്നും ഒരു ഇരുമ്പിൻ്റെ കൂടി ഇരിക്കുമ്പം ഇതാണ് ഏറ്റവും നല്ല സ്ഥലം, ഇവിടെ തന്നെ ഇരുന്നേക്കാമെന്ന്. പക്ഷേ ആ കാന്തത്തെ അവിടുന്ന് വലിച്ചെടുത്ത് വേറൊരു നല്ല ഇരുമ്പിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ അങ്ങ് സെറ്റായി ഇരുന്നോളും. അത്രയേ ഉള്ളൂ പെൺകുട്ടികളുടെ കാര്യം എന്ന് പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് സുനന്ദയ്ക്ക്. സുനന്ദ ചോദിക്കുവാണ്, എങ്കിലൊരു കാര്യം ചെയ്യട്ടെ, അമ്മയെ അച്ഛനിൽ നിന്ന് പറിച്ചെടുത്ത് ഇതിനേക്ക് നല്ല ഒരാളുടെ കൂടെ കൊണ്ടങ്ങ് ഇരുത്തട്ടെ എന്ന് വയ്ക്കുമ്പം ദേഷ്യം വരും അമ്മായിക്ക്. എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞോണ്ടല്ലോ അടിച്ചിൻ്റെ കാരണം ഞാൻ പോയിക്കോ എന്ന് പറയുമ്പോൾ, എന്നാലേ ഇങ്ങോട്ട് ഫിലോസഫി ആയിട്ട് വരരുത് എന്ന് പറഞ്ഞാൽ സുനന്ദ ഭയങ്കര കട്ടയ്ക്ക് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും പേടിപ്പിച്ച് സുനന്ദയുടെ ഫ്രണ്ടിലോട്ട് എല്ലാം പറയുന്നു. അന്നേരം പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം നന്നാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്, അത് നിനക്ക് പിന്നെ മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഏതായാലും സുനന്ദയെ വിളിച്ച് ചെറുക്കൻ വീട്ടുകാരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ ചെന്ന് അവർക്കെല്ലാം ചായ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് സുനന്ദയുടെ നിപ്പൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സുന്ദരി കുട്ടിയല്ലേ. അന്നേരം കുറേ സംസാരിച്ചിട്ട് അവർ ഇറങ്ങുവാണ്. ഇറങ്ങുന്നതിന് മുമ്പ് ചെറുക്കൻ പറയുന്നുണ്ട്, ഫോൺ വിളിക്കുമ്പോൾ കുറച്ചുകൂടെ സംസാരിക്കാം കേട്ടോ, പെട്ടെന്ന് വെക്കേണ്ട എന്ന് പറയുമ്പം ചെറുക്കൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണ് കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും നിൽക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് സുന്ദരിക്കുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് പൊക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. പോയി കഴിയുമ്പോഴത്തേക്കും സുനന്ദയുടെ അമ്മയ്ക്കും അതുപോലെ മുത്തശ്ശിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെറുക്കനെ. കുഴപ്പമില്ല കേട്ടോ, ചെറുക്കനും നല്ല ചെറുക്കനൊക്കെ തന്നെയാണ്. ഈ സമയം പാവം നിധി വീട്ടിൽ ചെന്നിട്ട് അനിയന്മാരെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കുക കേട്ടോ. അവന്മാർ അന്നേരം പറയുന്നുണ്ട്, സുനന്ദ ഇത്തിരി പേടി കൂടിയ ആളാണ്, വീട്ടുകാരൊന്ന് വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുകയുള്ളൂ, നമ്മളവിടെ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ ആ പെങ്കുച്ചി വരത്തൊന്നുമില്ല, ഇത് അവൾക്ക് വെറും കളിയാണെന്നൊക്കെ പറഞ്ഞ് അവർ പല രീതിയിൽ അത് ഒഴിവാക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിധി പറയുന്നത്, നിധിയെ വിശ്വസിച്ച് നിങ്ങൾ പോരെ, സുനന്ദ അത്രയും ഉറപ്പിച്ച് പറഞ്ഞതാണ്, അവൾ വരും, അവൾ വരാതിരിക്കുകയല്ല, അവൾക്ക് അത്രയും ഇഷ്ടമാണ് സുഭാഷ് ചേട്ടനെ, മറ്റൊരു ജീവിതത്തിൽ അവൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറയും. പറഞ്ഞു കഴിയുമ്പോൾ അവർ സമ്മതിക്കും. ഏതായാലും എങ്ങനെയെങ്കിലും സുഭാഷിൻ്റെ വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, ഇനിയിപ്പോൾ അവരുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഓർത്ത് അവർ പറയും കൂടെ നിൽക്കാമെന്ന് പറയും. ഇനിയിപ്പം സുഭാഷ് ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണമല്ലോ, ആ ദൗത്യം ആരേറ്റെടുക്കും എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, സുഭാഷ് ചേട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാമെന്ന്. അതിനിടയിൽ സുധീഷ് പറയുന്നുണ്ട്, അതെ ഇറങ്ങിപ്പോരുമ്പം ഡോക്യുമെൻറ്റ്സും അതുപോലെ സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറയണം, അല്ലെങ്കിൽ തന്നെ പോലെ ആയി പോകും ജീവിതം എന്നിങ്ങനെ പറയുമ്പം നിധി പറയുന്നുണ്ട്, അത് സാരമില്ല, ഇവിടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിവാഹം നടത്താൻ കഴിയുന്നവരൊക്കെ കൂടെ നിൽക്കുമ്പോൾ അത് വലിയ പ്രശ്നമാകില്ലല്ലോ എന്ന് പറയും. അന്നേരം അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിധി സൂക്ഷിച്ച് നോക്കുകയാണേ. അന്നേരം പയ്യെ അവിടുന്ന് മുങ്ങും
സുഭാഷ് അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് മേടിക്കുകയും ചെയ്തു. അങ്ങനെ അവർ സുഭാഷിൻ്റെ അടുത്തും ചെല്ലുന്നു. സുഭാഷിനോടും ഈ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് പറയും, വേണ്ട, അങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ട. ആ വീട്ടുകാർ വേറൊരു വിവാഹം നിശ്ചയിച്ചതാണ് സുനന്ദയ്ക്ക്. അതിനുവേണ്ടി, വിവാഹത്തിന് വേണ്ടി എല്ലാവരെയും വിളിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സുനന്ദയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവർക്കൊരു വലിയ നാണക്കേടാകും, നാട്ടുകാരും ബന്ധുക്കളൊക്കെ നമുക്ക് എതിരെ തിരിയും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ സുഭാഷ് പറയുന്നുണ്ട്. അന്നേരം അനിയന്മാർ പറയുന്നത്, അവരെ നമ്മുടെ ബന്ധുക്കളായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി നാട്ടുകാരെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ നാട്ടുകാർക്ക് നമ്മളെ വലിയ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് അവരെയും പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വിവാഹം നമ്മൾ നടത്തും, അതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അമ്പലത്തിൽ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു രക്ഷയില്ലാതെ ആവുകയാണ് സുഭാഷിന്. സുഭാഷ് കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് നിധിയോടൊക്കെ. പക്ഷേ അവർ കല്യാണം നടത്തിയേ പറ്റുള്ളൂ എന്നിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു നിൽക്കുമ്പോൾ സുഭാഷും അങ്ങ് സമ്മതിക്കുക. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം അമ്പലത്തിൽ എല്ലാവരും വന്നു കേട്ടോ. സുഭാഷ് വന്നിട്ടില്ല, ബാക്കി നിധിയും നമ്മുടെ സുധീഷൊക്കെ വന്നിട്ടുണ്ട്. അവർ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അന്നേരം നല്ല ടെൻഷനിലാണ് നിധി. കാരണം നിധി പറഞ്ഞിട്ടാണല്ലോ ഈ കാര്യമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. അന്നേരം സുധീഷ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ, വരുമോ, നമ്മളെ പറ്റിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുന്നൊക്കെയുണ്ട് നിധി. കുറേ കഴിയുമ്പോൾ റെഡിയായി നല്ല സുന്ദരക്കുട്ടനായിട്ട് കല്യാണച്ചക്കനെ പോലെ സുഭാഷും വരുന്നുണ്ട്. സുഭാഷിന് നല്ല ടെൻഷനാണേ. അന്നേരം എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഉറപ്പായിട്ടും അവൾ വരും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് നിധി ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ സമയം സുനന്ദ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുവാണ്. രാവിലെ തന്നെ കല്യാണം വിളിക്കാനൊക്കെ ആയിട്ട് അമ്മായി വീട്ടിൽ നിന്ന് പോകും. അങ്ങനെ പോയിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയാണ് സുനന്ദ വെയിറ്റ് ചെയ്യുന്നത്. പോകുന്നതിന് മുമ്പ് അവിടെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയോട് പറയും സുനന്ദേനെ ആവശ്യമില്ലാതെ പുറത്തേക്കൊന്നും വിടണ്ട എന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോണേ. അവർ പോയി കഴിഞ്ഞ് സുനന്ദ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കും, ഇപ്പം നീ അങ്ങോട്ട് പോവാ, എവിടെ അടുത്തും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും. അമ്പലത്തിൽ പോകാനാണ് എന്ന് പറയുമ്പോൾ, അമ്പലത്തിലാണേലും എവിടെയാണേലും അമ്മ വന്നിട്ട് പോയാൽ മതി, നിന്നെ ഒരിടത്തേക്കും വിടണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. എങ്ങനെയെങ്കിലും മുത്തശ്ശിയുടെ ശ്രദ്ധയൊന്നും മാറ്റണമല്ലോ എന്ന് കരുതി സുനന്ദ സീരിയലൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. സീരിയൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മൂമ്മമാർക്ക് ഇടം ബലമില്ലല്ലോ, അതിനകത്ത് അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമല്ലോ. അങ്ങനെ ശ്രദ്ധിച്ച് സീരിയലിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്ന സമയത്ത് സുനന്ദ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ടാട്ടോ പാവം ഇറങ്ങുന്നത്. ഏതായാലും കഷ്ടപ്പെട്ട് കുറേ നേരം എടുത്ത് മുത്തശ്ശിയുടെ ശ്രദ്ധയെ മാറ്റി ഇതേ പുറത്തേക്ക് ഇറങ്ങുമ്പം ദാ വരുന്നു സുനന്ദയുടെ അമ്മ തിരിച്ച്. അവരെന്തോ എടുക്കാൻ മറന്നുപോയതാണ്, അത് എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് സുനന്ദ ഇറങ്ങി പോകുന്നത് കാണുന്നത്. അന്നേരം നീ എവിടെ പോവാടി എന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിൽ പോവാണെന്ന് പറയും. അന്നേരം നിന്നോട് അമ്പലത്തിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ കയ്യിലിരിക്കുന്ന കവറിൽ എന്താണെന്ന് ചോദിക്കും. എന്നിട്ട് ഇതൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാട്ടിക്കടി എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അതെന്നാന്ന് നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റൊക്കെയാണെന്ന് മനസ്സിലാവും. അന്നേരം ഇതൊക്കെ എടുത്തുകൊണ്ട് നീ എവിടെ പോവായിരുന്നു എന്ന് നോക്കുമ്പോഴത്തേക്കും സുനന്ദ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്തൊരു ജീവിതമല്ലേ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നത്, അതുകൊണ്ട് ഇവിടുന്ന് എങ്ങോട്ടേലും പോകാൻ വേണ്ടിയായിരുന്നു, ഞാൻ പോകും എന്നൊക്കെ പറയും. അന്നേരം നിന്നെ വിടിയല്ല എന്ന് പറഞ്ഞാൽ ആകെ ബഹളമാകും. ഒരുവിധം സുനന്ദേനെ പിടിച്ചു വലിച്ച് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. അന്നേരം സുനന്ദ പറയുന്നുണ്ട്, എന്നെ എങ്ങനെ ഇവിടെ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, സുഭാഷ് ചേട്ടനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതമല്ല ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എനിക്കിഷ്ടപ്പെട്ട ജീവിതമാണ് എന്നൊക്കെ പറയുമ്പം, നീ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ എന്ത് പറയും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് സുനന്ദ പോകും എന്ന അവസ്ഥ എത്തുമ്പം ലളിത പറയുവാണ്, അങ്ങനെ നീ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും ഉണ്ടാവില്ല, നിൻ്റെ അച്ഛനും ഉണ്ടാകില്ല, നിൻ്റെ വിവാഹം അവിടെ നടക്കുമ്പോൾ ഞങ്ങളുടെ ചിത ഇവിടെ കത്തും എന്ന് പറയുവാണ്. പിന്നെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല സുനന്ദയ്ക്ക്. ആകെ കരഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ തറയിലിരിക്കുവാണ്. ഏതായാലും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ നിധിയും സുഭാഷും അവരെല്ലാവരും. ലാസ്റ്റ് അമ്പലം അടയ്ക്കുന്ന ഒരവസ്ഥ എത്തുമ്പം അവിടുത്തെ പൂജാരി വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇനി വിവാഹം നടക്കും, അമ്പലം അടയ്ക്കാറായി, മുഹൂർത്തം എല്ലാം കഴിഞ്ഞു എന്ന്. അന്നേരം ഇനി വിവാഹം നടക്കില്ല, സുനന്ദ വരില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇതിനിടയ്ക്ക് പലതവണ നിധി സുനന്ദയെ വിളിക്കുന്നുണ്ടായിരുന്നു. അന്നേരവും സുനന്ദ പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുവാണ്, ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് കാണാതെയാകുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ. നിധി ഒരുപാട് കരഞ്ഞ് സുഭാഷിനോട് ക്ഷമ ചോദിക്കുന്നൊക്കെ ഉണ്ട്. സുഭാഷ് പറയും, സാരമില്ല, എൻ്റെ വിവാഹം നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആകെ സങ്കടമായി നാണക്കേടായി അവർ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ തലനാരിഴയ്ക്ക് സുഭാഷിന് സുനന്ദയെ നഷ്ടപ്പെടുവാണ്. ഇനി അവരുടെ വിവാഹം നടക്കുകയില്ല. സുനന്ദയുടെ വീട്ടുകാർ ഉറപ്പിച്ച വിവാഹമാണ് ഇനി നടക്കുന്നത്.